ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സാൻഡോ കാത്തലിക് മിഷനിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ ഒരു ചെറിയ പ്രാർത്ഥനാ മിഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രാർത്ഥനകൾക്കും പിന്തുണകൾക്കുമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എല്ലാവരുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഒരുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2020 തുടക്കത്തിൽ കോവിഡ് എല്ലാവർക്കും ഒരു ഭയപ്പാടുണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേരിലേക്ക് പ്രാർത്ഥനയെ എത്തിക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊരു ചിന്തയിൽ നിന്ന് പരിശുദ്ധ അമ്മ നൽകിയ ഒരു ചിന്തയാണ് ജപമാല പങ്കുവയ്ക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ ജീവിത അനുഭവങ്ങളൊക്കെ ഞാൻ മറ്റു പല വീഡിയോകളിലൂടെയും പങ്കുവച്ചിട്ടുള്ളതാണ്. അങ്ങനെ മലയാളത്തിലൊരു ജപമാല മാത്രം പങ്കുവെച്ച് തുടങ്ങിയ ഈ പ്രാർത്ഥനാ മിഷൻ ഇന്ന് ലോകത്തിലെ പല ഭാഷകളിലായിട്ട് ഏകദേശം 12ഓളം ഭാഷകളിൽ 12,000-ഓളം പ്രാർത്ഥനാ വീഡിയോകൾ പങ്കുവെച്ചു 14 യൂട്യൂബ് ചാനലുകൾ വഴിയായിട്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 1200-ഓളം വരുന്ന മലയാള ദിവ്യബലി വീഡിയോകൾ. ഓരോ ദിവ്യബലിയും എത്രത്തോളം ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയത് പരിശുദ്ധ കുർബാനയാണ്. ഈ പരിശുദ്ധ കുർബാന ലോകം മുഴുവൻ എത്തിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹമാണ് സാൻഡോ മിഷൻ്റെ പിന്നിലുള്ളത്. പരിശുദ്ധ കുർബാനയും അതോടൊപ്പം തന്നെ പരിശുദ്ധ ജപമാലയും. അതിനു വേണ്ടിയിട്ടാണ് ഈ മിഷൻ നിലകൊള്ളുന്നതെന്ന് പല സ്ഥലങ്ങളിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ ആഗ്രഹത്തോടെ ഇതൊരുക്കാൻ ശ്രമിച്ചിട്ടും ഒത്തിരിയധികം ക്ലേശം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് കൃത്യമായൊരു ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത വിധം ബുദ്ധിമുട്ടേറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മളൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഒരുക്കിയെടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും മുൻപിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നത് പരിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാനായിട്ട് ഒരു ഫണ്ട് അനുവദിക്കാമോ, അവരോട് കടം ചോദിക്കുകയാണ്. പലരും എൻ്റെ ഫോൺ കോളുകൾ പോലും ആൻസർ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാങ്കുകൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് തരാനായിട്ട് പറ്റില്ല. അപ്പോൾ യാതൊരു വിധത്തിലുള്ള വഴിയില്ല. അപ്പോൾ അവരെല്ലാവരും പറയുന്നത് നിങ്ങൾക്കൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഉണ്ടല്ലോ, അതെന്തുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നില്ല, അതെന്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നില്ല, അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഫണ്ട് പോലും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ എന്നിട്ടും ഞങ്ങൾ ആഗ്രഹിച്ചു ഏറ്റവും മികച്ചൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഒരുക്കിയെടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതെല്ലാവരുടെ മുൻപിലേക്ക് അവരുടെ വിശ്വാസത്തിന് സഹായകരമാകുന്ന രീതിയിൽ പങ്കുവയ്ക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിലാണ് ആ ഒരു ആപ്പ് ഒരുക്കിയെടുക്കുന്നത്. പക്ഷേ അതുപോലും ലോകത്തോട് പങ്കുവയ്ക്കാനുള്ളൊരു മാർക്കറ്റിംഗ് ഫണ്ട് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ആഗ്രഹത്തോടെ പറ്റുമെങ്കിൽ എന്നെ ഈ കേൾക്കുന്നവർക്ക് ഈ ഒരു മിഷനെ എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ദിവ്യബലികളും ജപമാലകളും ഒന്നും മുടങ്ങാതെ ഈ ഒരു മിഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ കാത്തലിക് പ്രെയർ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നവരെങ്കിലും അതിലൊരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാനും ഒന്ന് മനസ്സാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇന്ന് സാൻഡോ മിഷന് നിങ്ങളുടെ ആ ഒരു സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്.
തിരികൾ തെളിഞ്ഞു മണികൾ മുഴങ്ങി അൾത്താര പൂർണ്ണമായൊരുങ്ങി. തിരികൾ തെളിഞ്ഞു മണികൾ മുഴങ്ങി അൾത്താര പൂർണ്ണമായൊരുങ്ങി. ഒരു മനമോടെ ഈ തിരുവേദിയിലണയാം ദിവ്യബലിക്കാൻ, നാഥന്റെ സ്നേഹബലിക്കാൻ. തിരികൾ തെളിഞ്ഞു മണികൾ മുഴങ്ങി അൾത്താര പൂർണ്ണമായൊരുങ്ങി. ഒരു മനമോടെ ഈ തിരുവേദിയിലണയാം ദിവ്യബലിക്കാൻ, നാഥന്റെ സ്നേഹബലിക്കാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രാജ്ഞിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മാറിയത് ദൈവത്തിരുമുമ്പിൽ വിധേയപ്പെട്ടുകൊണ്ട് തന്നെ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് ദൈവികമായ ഇടപെടലിന് കാതോർത്ത് ജീവിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധമ്മ ഉയർത്തപ്പെടുകയാണ്, അംഗീകരിക്കപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന്. അവിടെയൊക്കെ പൂർണ്ണമായി ദൈവത്തിരുമ്പിൽ വിധേയപ്പെടുവാനും എളിമയോടുകൂടി വിധേയത്തോടുകൂടി ദൈവികമായ ഇടപെടലിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനും സാധിക്കുമ്പോൾ നമ്മളും അമ്മയെപ്പോലെ ഉയർത്തപ്പെടും എന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരാം. ഇന്നത്തെ ഈ വിശുദ്ധമായ ബലിയിൽ മൈൽഡ് ഓട്ടിസം ബാധിച്ചിരിക്കുന്ന ജോസഫ് ഷൈൻ എന്ന മകനെ പൂർണ്ണമായിട്ട് ബലി സമർപ്പിച്ച് കർത്താവിൻ്റെ വലിയ ഇടപെടൽ ഈ മകനുണ്ടായി രോഗസൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഇതോടൊപ്പം നമ്മുടെ ഏവരുടെയും നിയോഗങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യാം. പ്രിയ സഹോദരരെ, ദിവ്യമായ രഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഓർത്ത് നമുക്ക് മനസ്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരയെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരയെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പുത്രൻ്റെ മാതാവിനെ ഞങ്ങളുടെ അമ്മയും രാജ്ഞിയുമായി അങ്ങ് നിയോഗിച്ചുവല്ലോ. ഈ അമ്മയുടെ മാധ്യസ്ഥത്താൽ ശക്തരായി സ്വർഗരാജ്യത്തിൽ അങ്ങേ മക്കളുടെ മഹത്വം ഞങ്ങൾ പ്രാപിക്കുവാൻ കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോടും കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോളണമേ. ആമേൻ. ഒന്നാം വായന. നിങ്ങൾക്ക് ഞാൻ നവമായ ഹൃദയം തരും, നവചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. തങ്ങളുടെ കൺമുൻപിൽ വെച്ച് നിങ്ങളിലൂടെ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ജനതകൾ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ചുകൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും.
നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്കു ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസല ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങേ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. അങ്ങേ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങേ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. അലലൂയ, അലലൂയ. ദൈവമേ, അങ്ങേ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങേ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും. അലലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്നവൾക്ക് ഇത് 6 മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങളാൽ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. വേദിയിലെന്നെ
സമ്പൂർണമായി നൽകുന്നിത അലിവോടെ ജീവയാകും തിരുബലിയായി മാറ്റിയിടണേ. ഈ യാഗവേദിയിലെന്നെ സമ്പൂർണമായി നൽകുന്നിത അലിവോടെ ജീവയാകും തിരുബലിയായി മാറ്റിയിടണേ. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ കന്യക മറിയത്തിന്റെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ അർപ്പിക്കുന്നു. കുരിശിൽ നിർമ്മലയാഗമായി തന്നെ അങ്ങേക്ക് അർപ്പിച്ച അവിടുത്തെ മനുഷ്യപ്രകൃതി ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ കനിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. സകല വിശുദ്ധരുടെയും സ്തുതിപ്പിൽ പങ്കുചേർന്ന് വിസ്മയവഹനായി അങ്ങേ പ്രകീർത്തിക്കുന്നതും സർവോപരി പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തന്നെ കാരുണ്യം പ്രീതികരമായ പ്രഘോഷണം വഴി മഹത്വപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായും ലോകമാസകലം അങ്ങ് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങേ കാരുണ്യത്തിൻ്റെ സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭദ്രായി ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതിന് അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണമുയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കലും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും എല്ലാ മെത്രാന്മാരോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാദം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കണ്ണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചനാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തർക്കൺ പാർത്ത് അങ്ങേ തിരുവിളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ.
ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതം. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരം നമ്മേവരെയും നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ കൂദാശ സ്വീകരിച്ച് ഞങ്ങൾ അങ്ങയോട് കേണപേക്ഷിക്കുന്നു. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ സ്മരണ ഭക്തിയോടെ ആഘോഷിക്കുന്ന ഞങ്ങൾ നിത്യവിരുന്നിൽ പങ്കാളികളാകുവാൻ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും നന്മകളും ചൊരിയുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. താരാട്ടിന്നീണമാണമ്മ, സാന്ത്വന സ്പർശമാണമ്മ, ഈശ്വര സൂനുവിന്നമ്മ, ഈ വിശ്വ മാതാവാണമ്മ. താരാട്ടിന്നീണമാണമ്മ, സാന്ത്വന സ്പർശമാണമ്മ, ഈശ്വര സൂനുവിന്നമ്മ, ഈ വിശ്വ മാതാവാണമ്മ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സാൻഡോ കാത്തലിക് മിഷനിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ ഒരു ചെറിയ പ്രാർത്ഥനാ മിഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രാർത്ഥനകൾക്കും പിന്തുണകൾക്കുമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എല്ലാവരുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഒരുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2020 തുടക്കത്തിൽ കോവിഡ് എല്ലാവർക്കും ഒരു ഭയപ്പാടുണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേരിലേക്ക് പ്രാർത്ഥനയെ എത്തിക്കാനായിട്ട് എന്തു ചെയ്യാൻ സാധിക്കുമെന്നൊരു ചിന്തയിൽ നിന്ന് പരിശുദ്ധ അമ്മ നൽകിയ ഒരു ചിന്തയാണ് ജപമാല പങ്കുവയ്ക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ ജീവിത അനുഭവങ്ങളൊക്കെ ഞാൻ മറ്റു പല വീഡിയോകളിലൂടെയും പങ്കുവച്ചിട്ടുള്ളതാണ്. അങ്ങനെ മലയാളത്തിലൊരു ജപമാല മാത്രം പങ്കുവെച്ച് തുടങ്ങിയ ഈ പ്രാർത്ഥനാ മിഷൻ ഇന്ന് ലോകത്തിലെ പല ഭാഷകളിലായിട്ട് ഏകദേശം 12ഓളം ഭാഷകളിൽ 12,000-ഓളം പ്രാർത്ഥനാ വീഡിയോകൾ പങ്കുവെച്ചു 14 യൂട്യൂബ് ചാനലുകൾ വഴിയായിട്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 1200-ഓളം വരുന്ന മലയാള ദിവ്യബലി വീഡിയോകൾ. ഓരോ ദിവ്യബലിയും എത്രത്തോളം ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയത് പരിശുദ്ധ കുർബാനയാണ്. ഈ പരിശുദ്ധ കുർബാന ലോകം മുഴുവൻ എത്തിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹമാണ് സാൻഡോ മിഷൻ്റെ പിന്നിലുള്ളത്. പരിശുദ്ധ കുർബാനയും അതോടൊപ്പം തന്നെ പരിശുദ്ധ ജപമാലയും. അതിനു വേണ്ടിയിട്ടാണ് ഈ മിഷൻ നിലകൊള്ളുന്നതെന്ന് പല സ്ഥലങ്ങളിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്.
ഇത്രയൊക്കെ ആഗ്രഹത്തോടെ ഇതൊരുക്കാൻ ശ്രമിച്ചിട്ടും ഒത്തിരിയധികം ക്ലേശം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് കൃത്യമായൊരു ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത വിധം ബുദ്ധിമുട്ടേറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മളൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഒരുക്കിയെടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും മുൻപിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നത് പരിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാനായിട്ട് ഒരു ഫണ്ട് അനുവദിക്കാമോ? അവരോട് കടം ചോദിക്കുകയാണ്. പലരും എൻ്റെ ഫോൺ കോളുകൾ പോലും ആൻസർ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാങ്കുകൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് തരാനായിട്ട് പറ്റില്ല. അപ്പോൾ യാതൊരു വിധത്തിലുള്ള വഴിയില്ല. അപ്പോൾ അവരെല്ലാവരും പറയുന്നത് നിങ്ങൾക്കൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഉണ്ടല്ലോ, അതെന്തുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നില്ല, അതെന്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നില്ല? അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഫണ്ട് പോലും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ എന്നിട്ടും ഞങ്ങൾ ആഗ്രഹിച്ചു ഏറ്റവും മികച്ചൊരു കാത്തലിക് പ്രെയർ ആപ്പ് ഒരുക്കിയെടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ, അതെല്ലാവരുടെ മുൻപിലേക്ക് അവരുടെ വിശ്വാസത്തിന് സഹായകരമാകുന്ന രീതിയിൽ പങ്കുവയ്ക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിലാണ് ആ ഒരു ആപ്പ് ഒരുക്കിയെടുക്കുന്നത്. പക്ഷേ അതുപോലും ലോകത്തോട് പങ്കുവയ്ക്കാനുള്ളൊരു മാർക്കറ്റിംഗ് ഫണ്ട് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ആഗ്രഹത്തോടെ പറ്റുമെങ്കിൽ എന്നെ ഈ കേൾക്കുന്നവർക്ക് ഈ ഒരു മിഷനെ എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ദിവ്യബലികളും ജപമാലകളും ഒന്നും മുടങ്ങാതെ ഈ ഒരു മിഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ കാത്തലിക് പ്രെയർ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നവരെങ്കിലും അതിലൊരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാനും ഒന്ന് മനസ്സാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇന്ന് സാന്റോ മിഷന് നിങ്ങളുടെ ആ ഒരു സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്.